അതിന് ശേഷം നമ്മൾ ആശിക്കാൻ നമുക്ക് ചിക്കൻ ഇട്ടാലോ. ചിക്കൻ നമ്മൾ കഴി വെച്ചതാണ്ട് 1,200 ചിക്കൻ കേട്ടോ. കഴി വെച്ച് തൊലിയോടെ കൂടെ ഉള്ളതാണ്. ഞാൻ മിക്കവാറും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. വേണ്ട ഒരു ഒന്ന് പറക്കിയിട്ട് ചെറുതായിട്ട് പീസാക്കി. തൊലി കളയാതെ അല്ലേ? ആ തൊലി ഉണ്ട്. പിന്നെ കൊഴുപ്പൊക്കെ ഉള്ളവർക്ക് അസുഖമൊക്കെ ഉള്ളവർക്ക് ഇത് തൊലി ഉപയോഗിക്കരുത്. പിന്നെ കഴിക്കാൻ പറ്റുന്നവർക്ക് ഇതാണ് ടേസ്റ്റ് കേട്ടോ. ആശിക്ക് അതിനെ കുറിച്ച് എന്താ പറയുന്നത്? എന്റെ കൂടെ ഇല്ലാത്തവർക്കാണെങ്കിൽ എന്റെ കമ്പനിയിലുള്ള കുറച്ച് ആളുകൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് മലയാളികൾ പൊതുവെ തൊലിയില്ല ഉണ്ടാക്കി ശീലമായതുകൊണ്ട് അത് കാണുമ്പോൾ ചില ആളുകൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും. കമന്റുകളിൽ നിന്ന് ചിലപ്പോൾ ഇതിൽ തന്നെ കമന്റുകൾ പലരും പറയും. ഓക്കെ, കുഴപ്പമില്ല. അത് നമ്മളെല്ലാ കമന്റും ഇഷ്ടപ്പെടുന്നവരാണല്ലോ, നിങ്ങൾക്ക് അറിയത്തില്ലേ? അത് മലയാളികൾ പൊതുവെ അങ്ങനെ തൊലി കഴിക്കാറില്ല. എല്ലാവരും തൊലി കളഞ്ഞിട്ട് കറി ഉണ്ടാക്കുന്നു. പിന്നെ തൊലിയോടുള്ള ടേസ്റ്റ് അത് വേറെ കേട്ടോ. അതെ അതെ. തൊലിക്കകത്താണ് ടേസ്റ്റ്. ആ കൊഴുപ്പൊക്കെ വേണമല്ലോ. അതിൻ്റെ അകത്ത് ആ കൊഴുപ്പൊക്കെ ഇറങ്ങി കഴിയുമ്പോഴാണ് ചിക്കൻ കറിക്ക് ഒരു. അപ്പോൾ ഇനി ഇപ്പോൾ കൂട്ടുകാരെ ഏകദേശം നമ്മുടെ പരുവമായി. ഇനിയിപ്പോൾ ഒരു 2 തിള ഇളക്കണം. ഒരു 10-15 മിനിറ്റ് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വേറൊരു പരുവായിട്ട് ഞാനും ആശിക്കും. ചോറ് പിന്നെ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വെച്ചു. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ കമന്റ് ഇടാൻ മറക്കരുത്. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നതേ നിങ്ങൾക്കൊക്കെ ഒരു ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഈ കുക്കിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വലിയ പാടാ, എല്ലാവരെയും കൊണ്ട് പറ്റത്തില്ല. ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത പോലെ അല്ലെങ്കിൽ പിന്നെ ഒത്തിരി കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ. നമുക്കിങ്ങനെ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ ഒരുമിച്ച് വെച്ച് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. വലിയ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കമന്റ് ഇടാൻ മറക്കരുത്. ഇതിൻ്റെ കുറവ് വർഷങ്ങൾ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ആശിക്കാതൊന്ന് കാണിച്ച്. അപ്പോൾ ഏകദേശം നമ്മുടെ വേണ്ടേ ചിക്കൻ കറി റെഡിയായി. ഇനി ചോറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. കൂട്ടുകാരെ ആശിക്കേ ചിക്കൻ കറിയുടെ മണം അടിച്ചുവിടുന്നത് വേണ്ടേ ആഹാരം എടുത്ത് കഴിക്കുന്നു. ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോളേ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇനി ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുകയാണ്. വേണ്ടേ മഞ്ഞച്ചോറ് ഉച്ചയ്ക്ക് വെച്ചായിരുന്നു കേട്ടോ. മഞ്ഞച്ചോറ് വേണ്ട ഈ കലത്തിൽ നമ്മൾ മഞ്ഞച്ചോറൊക്കെ വെച്ചു. വേണ്ടേ എന്നിട്ട് ഉച്ചയ്ക്ക് അടിപൊളി ഒരു ദാല്. ആശിക്ക ദാല കണ്ടായിരുന്നു ഉച്ചക്കലത്തെ? സൂപ്പർ ദാലായിരുന്നു കേട്ടോ. ഞാൻ ഈ വടക്കേന്ത്യയിലൊക്കെ ആയതുകൊണ്ട് ഈ ദാലും ചോറും ഒക്കെ ആയിരുന്നു നമ്മുടെ അന്നത്തെ കാലത്തെ ഭക്ഷണങ്ങൾ. പിന്നെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി. ഈ സൂപ്പറിൽ കൂട്ടാരെ. അപ്പോൾ ഇനി ഞങ്ങൾ ലേറ്റ് ആക്കുന്നില്ല, കഴിക്കുക. അപ്പോൾ ആശിക്ക നിങ്ങളുടെ ഒരു ഓക്കെ അടിപൊളി കറിയാണല്ലോ. അത്രേ പറഞ്ഞല്ലോ. നിങ്ങൾ അതിൽ കൂടുതൽ പറയണമല്ലോ. സൂപ്പർ സൂപ്പർ. തിന്നോണ്ടിരിക്കാൻ പുള്ളിക്ക് കണ്ണ് കാണത്തില്ല, പണ്ടേ അങ്ങനെ. അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടിനും ലൈക്കിനും നിങ്ങൾ എന്നോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും താങ്ക്സ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.